നമുക്ക് റവ വെച്ചിട്ട് നല്ല ടേസ്റ്റിലൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചിക്കൻ കറിയുടെ ഒപ്പവും മീൻ കറിയുടെ ഒപ്പവും സാമ്പാറിൻ്റെ ഒപ്പവും ഒക്കെ നിങ്ങൾ റവ ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ടോ എങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാനിത് മീൻ കറിയുടെ ഒപ്പമാണ് കേട്ടോ കഴിക്കുന്നത്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാൻ 3 ഗ്ലാസ് റവയാണ് കേട്ടോ. അതൊന്ന് നന്നായി വറുത്തെടുക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലോണം കളർ മാറി വരുവോളം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റവയ്ക്ക് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൊട്ടി മാറ്റാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു ക്യാരറ്റും ഒരു സവാളയും ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു തക്കാളി, വലിയ തക്കാളി, 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്തെടുക്കാം. ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ ചേർത്തെടുക്കണുള്ളൂ. ഞാൻ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ടാണ് 1/4 ടീസ്പൂണ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 3 ഗ്ലാസ് റവ എടുത്തതിന് നമുക്ക് 4.5 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്നുകൂടി ഇളക്കിയിട്ട് ഇപ്പോൾ ഇതാ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ റവ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതാ കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതൊന്ന് ചെറുതായി ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം മല്ലിയില ഉണ്ടെങ്കിൽ ഒന്ന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാ നമ്മൾ തീയിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമയൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി ആണ്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ.